ഹായ് എവരി വൺ. കേരള PSC HSI മാത്തമാറ്റിക്സിലെ ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിയൽ അനാലിസിസ് ആണ് നമ്മളെ സബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സെറ്റ്സ് എന്താണെന്ന് പറഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫങ്ഷൻസ് എന്താണെന്നാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ അവസാനം നമ്മൾ പറഞ്ഞത് കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റാണ്. അപ്പോൾ അതിൻ്റെ മലയാളം എന്ന് പറയുന്നത് പൂരക ഗണം എന്നാണ്. ഡിഫറൻസ് ഓഫ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗണങ്ങളുടെ വ്യത്യാസം എന്ന് തന്നെയാണ് പറയാം. അപ്പോൾ നമുക്ക് എന്താണ് ഫങ്ഷൻസ് എന്ന് നോക്കാം. Okay, let A and B be two sets and let there be a rule which associates to each member X of A, member Y of B. Such a rule or a correspondence F under which to each element X of the set A there corresponds exactly one element Y of the set B is called a mapping or a function. അതായത് നമ്മളെപ്പോഴും ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ വലിയൊരു ഡെഫിനേഷൻ ഉണ്ടാവും. നമുക്ക് എന്താ നോക്കാം. ഓക്കെ, ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സെറ്റ്സ് ഉണ്ട്. AB എന്ന് പറയുന്ന ഒരു രണ്ട് സെറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇനി എയിലെ ഓരോ എലമെൻറ്റിനെയും ബിയിലെ എലമെൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു റൂളുണ്ട് അവിടെ. ഓക്കെ, ആ റൂൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എയിലെ ഓരോ എലമെൻറ്റിനെയും ബിയിലെ ഒരു എലമെൻറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. എയിലെ ഓരോ എലമെൻറ്റിനെയും ബിയിലെ ഒരു എലമെൻറ്റിനെ എയിലെ ഓരോ എലമെൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ബിയിൽ ഒരു യുണീക്ക് എലമെൻ്റ് ഉണ്ടാവും. അങ്ങനെ കണക്ട് ചെയ്യുന്ന ആ റൂളിനെ അല്ലെങ്കിൽ ആ കറസ്പോണ്ടൻസിനെ നമ്മൾ പറയുന്ന പേരാണ് മാപ്പിംഗ് ഓർ എ ഫങ്ഷൻ. അതായത് എയിലെ ഏതൊരു എലമെൻ്റ് എടുത്താലും അതിനെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു യുണീക്ക് എലമെൻ്റ് എവിടെ ഉണ്ടാവും? ബിയിലുണ്ടാവും. ഓക്കെ, അപ്പോൾ എയിലെ ഏത് എലമെൻ്റ് എടുത്താലും അതിനൊരു യുണീക്ക് എലമെൻ്റ് എവിടെ ഉണ്ടാവും? ബിയിലുണ്ടാവും. അങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു റൂളുണ്ട്. ആ റൂളിനെയാണ് നമ്മൾ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഉണ്ടല്ലോ, ഈ എ എന്ന് പറയുന്ന സെറ്റിനെ നമ്മൾ ഡൊമൈൻ ഓഫ് എഫ് എന്നും ബി എന്ന് പറയുന്ന സെറ്റിനെ നമ്മൾ കോഡൊമൈൻ ഓഫ് എഫ് എന്നും പറയും. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ മണ്ഡലമാണ്, കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ സഹമണ്ഡലമാണ്. ഇനി ഇവിടെ നമ്മൾ എ എന്ന് പറയുന്ന സെറ്റ് ഇവിടെ നമുക്ക് ബി എന്ന് പറയുന്ന സെറ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. ഈ എലമെൻറ്റ്സിന് എല്ലാത്തിനേക്കും ഇവിടേക്കൊരു മാപ്പിംഗ് പോകണം. ഓക്കെ, പക്ഷേ ഇവിടെയുള്ള എല്ലാ എലമെൻറ്റ്സിലേക്കും മാപ്പിംഗ് വരണമെന്ന് നിർബന്ധമില്ല. ഇവിടെ മാപ്പിംഗ് ഇല്ലാത്ത ഒരു എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ റൂൾ എന്താണെന്ന് വെച്ചാൽ എയിലെ എല്ലാ എലമെൻറ്റ്സും ബിയിലെ ഏതെങ്കിലും ഒരു എലമെൻ്റായിട്ട് യുണീക്ക് ഒരു എലമെൻറ്റുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കണക്ട് ചെയ്തിട്ടുണ്ടാവണം, അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇപ്പം വേണമെങ്കിൽ ഈ എലമെൻറ്റിനും സെയിം ഇമേജ് വന്നേക്കാം, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഇനി ദ യുണീക്ക് എലമെൻറ്റ് ഓഫ് ബി കറസ്പോണ്ട്സ് ടു ആൻ എലമെൻറ്റ് എക്സ് ഓഫ് എ ഈസ് കോൾഡ് ദ ഇമേജ് ഓഫ് എക്സ്. അതായത് നമ്മളിങ്ങനെ എയിലെ ഏതൊരു എലമെൻറ്റിനെ എടുത്താലും അതിനൊരു യുണീക്ക് എലമെൻറ്റ് ബിയിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയുള്ള യുണീക്ക് എലമെൻറ്റ്സിനെ എല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ പറയുന്നത് എക്സിൻ്റെ ഇമേജ് എന്ന്. ഓക്കെ, അതായത് നമുക്കിവിടെ എ എന്ന് പറയുന്നൊരു സെറ്റ്, ബി എന്ന് പറയുന്നൊരു സെറ്റ്. ഇപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. അതിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് വൈ എന്ന് പറയുന്ന എലമെൻറ്റിലേക്കാണ് മാപ്പ് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ ഈ വൈനെ നമ്മൾ എക്സിൻ്റെ ഇമേജ് ആണെന്ന് പറയും. അതായത് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, അതായത് ഇമേജ് ആണെന്ന് പറയും. അപ്പോൾ വൈയുടെ പ്രീ ഇമേജ് ആണ് എക്സ് എന്ന് പറയും. ഓക്കെ, ഇമേജ് എന്ന് പറഞ്ഞാൽ പ്രതിബിംബം എന്നാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഇവിടെയുള്ള എലമെൻറ്റ്സിൻ്റെ ഒക്കെ ഇവിടെ ഓരോ പ്രതിബിംബങ്ങൾ ഉണ്ടാവും, ഇവിടെ ഓരോ ഇമേജസ് ഉണ്ടാവും അല്ലേ. ആ ഇമേജസിൻ്റെ കളക്ഷനാണ് സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് എവിടെയുള്ളതാ? എയിലുള്ളത് അല്ലേ. സെറ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ. അതിനെ നമ്മൾ പറയുന്ന പേരാണ് റേഞ്ച് സെറ്റ് ഓഫ് എഫ്. അതിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയാം. ഈ ഇമേജ് സെറ്റിൻ്റെ കളക്ഷനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ചിൻ്റെ മലയാളമാണ് രംഗം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓൺ ടു 1 സെറ്റുകൾ എന്താണെന്ന് നോക്കാം. If codomain B of F itself is the range set of F, then we say that F is a function from A to B. അതായത് നമ്മളിപ്പം എഫിൻ്റെ റേഞ്ച് എന്താണെന്ന് പറഞ്ഞു. ഈ റേഞ്ച് സെറ്റ് കോഡൊമൈൻ സെറ്റ് തന്നെയാവുന്ന കേസിൽ നമ്മൾ പറയും ഫങ്ഷൻ എന്ന് പറയുന്നത് ഓൺ ടു ഫങ്ഷൻ ആണെന്ന് പറയും. ഓക്കെ, കോഡൊമൈൻ സെറ്റും റേഞ്ച് സെറ്റും സെയിം ആവുന്ന കേസിലാണ് നമ്മളൊരു ഫങ്ഷൻ ഓൺ ടു ഫങ്ഷൻ ആണെന്ന് പറയാം. അതിൻ്റെ മീനിങ് എന്താണെന്നറിയോ? ഇവിടെയുള്ള എല്ലാ എലമെൻസിലോട്ടും ഇവിടെയുള്ള എല്ലാ എലമെൻസിൽ നിന്നും മാപ്പിംഗ് വരണം. ഓക്കെ,
ഇവിടെ മാപ്പിംഗ് ഇല്ലാത്ത ഒരു എലമെൻറ്റ് പോലും ഉണ്ടാവാൻ പാടില്ല. അപ്പോഴല്ലേ കോഡൊമൈൻ സെറ്റും റേഞ്ച് സെറ്റും ഈക്വൽ ആവുക. അങ്ങനെയെങ്കിൽ അതായത് ബി ഈസ് ഈക്വൽ ടു ഇമേജ് സെറ്റ് എന്ന് തന്നെ വരണം. ബി ഈസ് ഈക്വൽ ടു റേഞ്ച് എന്ന്, ബി ഈസ് ഈക്വൽ ടു റേഞ്ച് എന്ന് വരണം. കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച് ആണെങ്കിൽ നമുക്ക് പറയാം, എന്താ പറയാൻ പറ്റുക, ഇറ്റ് ഇസ് ആൻ ഓൺ ടു ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഇഫ് എഫ് ഫ്രം എ ടു ബി 1 1 ഇഫ് 2 ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് in A always have 2 different images under F. That is x1 not equal to x2 implies f of x1 not equal to f of x2 for every x1 x2 belongs to A. അതായത് നമുക്കിപ്പോൾ 1 1 എന്താണെന്നാണ് പറയേണ്ടത്. 1 1 ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന ഡെഫിനിഷൻ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2. രണ്ട് എലമെൻറ്റിൻ്റെ ഇമേജ് സെറ്റ് ഈക്വൽ ആണെങ്കിൽ ആ എലമെൻറ്റും ഈക്വൽ ആവും എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ തിരിച്ചാണ്, അതായത് ഈ ഡെഫിനേഷൻ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് പറയുന്നത്. ഇതാണ് കുറച്ചുകൂടെ രസമുള്ളത്, അതായത് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഇതാണ്. എഫ് എന്ന് പറയുന്നത് 1 1 ആവണമെങ്കിൽ 2 ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ഡിഫറെൻറ്റ് ഇമേജസ് തന്നെ വരണം അതിന്. അതായത് 2 ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ്സിന് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് വരണം. ഇനി സെയിം എലമെൻറ്റ് 2 ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റിന് സെയിം ഇമേജ് വന്നു കഴിഞ്ഞാൽ അത് 1 1 ആവില്ല. 1 1 എന്നാണ് അർത്ഥം. ഓക്കെ, അതായത് നമ്മളിപ്പം എ ബി എന്ന് പറയുന്ന ഇവിടെയുള്ള 2 ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മാപ്പിങ്ങും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് തന്നെ കിടക്കണം. അങ്ങനെ ഓരോ എലമെൻറ്റിൻ്റെയും. ഓക്കെ, അതിനെയാണ് നമ്മൾ 1 1 ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഇവിടുത്തെ ഇതിൻ്റെ പ്രീ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു എലമെൻറ്റേ വരാൻ പാടുള്ളൂ. ഇവിടെ നമ്മൾ പ്രീ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു എലമെൻറ്റേ വരാൻ പാടുള്ളൂ എന്നർത്ഥം. ഇനി ഇതിനെ നമുക്ക് വേറൊരു രീതിയിലും കൂടെ കാണാം കേട്ടോ, ജസ്റ്റ് അതും കൂടെ പറയാം. അവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു സെറ്റ് ഉണ്ട്, ഇവിടെ വേറൊരു സെറ്റ്. ഈ പിക്ചർ വരച്ച് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ എഫ്, ഇവിടെ 2 എലമെൻ്റ് ഉണ്ട്, ഇവിടെ ഒരു 3 എലമെൻ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു 3 എലമെൻ്റ് ഉണ്ട്. ഈ ഇമേജിനെയും ഞാൻ ഇവിടേക്ക് മാപ്പ് ചെയ്തു, ഇങ്ങോട്ടേക്ക് മാപ്പ് ചെയ്തു. ഇതൊരു ഫംഗ്ഷനാണല്ലോ. പക്ഷേ ഈ ഒരു ഇവിടെ ഞാൻ ഇത് എന്നും ഇത് ബിന്നും ഇത് സിന്നും കൊടുത്തു, ഇത് 1 2 3 എന്ന് കൊടുത്തു. ഇനി എയുടെ പ്രീ ഇമേജ് എടുക്കുക. എയുടെ പ്രീ ഇമേജ് ഏതാ? എയുടെ പ്രീ ഇമേജ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1 2 വരും അല്ലേ. ബിയുടെ പ്രീ ഇമേജ് 3 വരും, സിക്ക് പ്രീ ഇമേജ് ഇല്ല. അപ്പോൾ ഈ പ്രീ ഇമേജിൻ്റെ സെറ്റിൽ 1 1 ആണെങ്കിൽ ആകെ ഒരു എലമെൻറ്റേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവിടെ 1 1 അല്ല എങ്കിൽ പ്രീ ഇമേജിൻ്റെ സെറ്റിൽ 1 കൂടുതൽ എലമെൻറ്റ് ഉണ്ടാവും. പ്രീ ഇമേജിൻ്റെ സെറ്റിൽ ഒരു എലമെൻറ്റേ ഉണ്ടാവുള്ളൂ 1 1 ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ 1 1 എന്നർത്ഥം. ഓക്കെ, നെക്സ്റ്റ്, if f from a to b is both 1 1 and onto, then we can define its a inverse mapping f inverse from a to b as follows. For each y belongs to b, we find a unique element x in a such that y equal to f of x. We then define x to be f inverse of y. അതായത് നമ്മളിനി ഇൻവേഴ്സ് മാപ്പിംഗ് എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് 1 1 ആണ്, ഓൺ ടു ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബിയിൽ നിന്ന് എയിലേക്ക് ഒരു ഇൻവേഴ്സ് മാപ്പിംഗ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എഫ് ഇൻവേഴ്സ് ഫ്രം ബി ടു എ ആണ്. ഓക്കെ, അതായത് നമുക്ക് എയിൽ നിന്ന് ബിയിലേക്ക്, ഒരു മിനിറ്റ്, സ്ഥലം വിടാൻ മറന്നുപോയി എഴുതി വന്നപ്പോഴേ. നമ്മൾ പറയുന്നത് എഫ് ഇൻവേഴ്സ് ഫ്രം ബി ടു എ. നമുക്ക് എയിൽ നിന്ന് ബിയിലേക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അതാണ് നമ്മളുടെ എഫ് എന്ന് പറയുന്നത്. ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 1 ഓൺ ടു ആണ്. 1 1 എന്ന് പറഞ്ഞാൽ 1 1 ഇമേജേ ഉള്ളൂ. ഓൺ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ എലമെൻറ്റ്സിലേക്കും മാപ്പിംഗ് വന്നിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിലല്ലേ നമുക്ക് തിരിച്ച് ഇവിടെ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷനാണ്. ബിയിൽ നിന്ന് എയിലേക്ക് നമുക്ക് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള ഒരു എലമെൻറ്റിനെ എല്ലാ എലമെൻറ്റിലേക്ക് ഇപ്പുറത്തേക്ക് മാപ്പിംഗ് വരണ്ടേ. അപ്പോൾ ഫംഗ്ഷൻ എന്തായാലും ഓൺ ടു ആവണം.
പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് യുണീക്ക് ആയിട്ടല്ലേ വരാൻ പാടുള്ളൂ. അപ്പോൾ അത് 1 1 ആവണം. അങ്ങനെയുള്ള കേസിൽ മാത്രമേ, അതായത് ഒരു ഫംഗ്ഷൻ 1 1 on 2 ആണെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എങ്ങനെയാണ് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യുന്നതെന്നാണ്. ഇങ്ങനെയാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ വരിക. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? നമ്മളിവിടെ ഒരു y എന്ന് പറയുന്ന എലമെൻ്റ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഒരു യുണീക്ക് എലമെൻറ്റ് എയിൽ കണ്ടുപിടിക്കാൻ പറ്റും. യുണീക്ക് എലമെൻറ്റ് ഇവിടെ നമുക്ക് എക്സ് എന്ന് പറയുന്ന യുണീക്ക് എലമെൻറ്റ് നമുക്ക് എയിൽ കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് y ഈക്വൽ ടു എന്തായിരിക്കും? എഫ് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത് ശരിക്കും ഇങ്ങനെയാണ്. ഇവിടെ ഇത് എയും ഇത് ബിയും ആണ്. ഇതാണ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഞാൻ തിരിച്ച് എഫ് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാനൊരു എലമെൻ്റ് എടുത്തു. ഇത് എഫ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ y എന്ന് പറയുന്ന എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താവും? എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആവും. ഓക്കെ, എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് അല്ല, എഫ് ഇൻവേഴ്സ് ഓഫ് y ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്. ഇവിടെയുള്ള എലമെൻസിനൊക്കെ നമ്മൾ എക്സ് എന്നാണ് വിളിച്ചത്. ആ എക്സ് എന്ന് എന്താവും? വൈയുടെ ഇമേജ് ആയിട്ട് എഫ് ഇൻവേഴ്സ് അണ്ടർ എഫ് ഇൻവേഴ്സിൽ ഒരു ഇമേജ് ആയിട്ട് വരും. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇവിടെ ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ടില്ല. ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പം ഞാൻ യൂണിയനും ഇൻഡെക്സ് സെറ്റ് യൂസ് ചെയ്ത് പറഞ്ഞില്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ വന്നിട്ട് മെസ്സേജ് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇവിടെ പറയുന്നത് മനസ്സിലായിട്ടില്ല എങ്കിൽ എന്നോട് വന്ന് ചോദിക്കാം, നോ പ്രോബ്ലം. ഞാനൊന്നും കൂടെ നോക്കിയിട്ട് പറഞ്ഞു തരും. ഓക്കെ, ഇപ്പോൾ എഫ് ഇൻവേഴ്സ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഇഫ് എഫ് ഫ്രം എ ടു ബി ഈസ് ബോത്ത് 1 1 and on 2, both 1 1 and on 2, then we say that f is a 1-to-1 correspondence between a and b. അതായത് ഒരു ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ 1 1 and on 2 ആണെങ്കിൽ നമുക്ക് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനെ 1 1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആണെന്ന് പറയാം. നമ്മൾ 1 1 കറസ്പോണ്ടൻസ് ഉണ്ട്, ആ ഫംഗ്ഷൻസ് തമ്മിലൊരു 1 1 കറസ്പോണ്ടൻസ് ഉണ്ടെന്ന് പറയാം. എഫ് ഇൻവേഴ്സ് ഫ്രം ബി ടു എ ഈസ് ഓൾസോ എ 1 1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ബി ആൻഡ് എ. അപ്പോൾ നമുക്ക് അവിടെ അറിയാം 1 1 on 2 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഇൻവേഴ്സിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ബിയും എയും തമ്മിലും ഒരു 1 1 കറസ്പോണ്ടൻസ് ഉണ്ടെന്ന് പറയാം. ഇനി നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് റിസൾട്ടുകളാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഇഫ് A1 ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ, ഇഫ് A1 ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ, A1 എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റാണ്. അങ്ങനെയെങ്കിൽ ഈ എഫ് ഓഫ് A1, ഈ A1ൻ്റെ ഇമേജ് എഫ് ഓഫ് ബിയിലല്ലേ ഉണ്ടാവുക. ദെൻ എഫ് ഓഫ് A1 ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ഇനി എഫ് ഓഫ് A1 എന്ന് പറഞ്ഞാൽ എന്താ? വിച്ച് ഇസ് എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ബി. ഇവിടെയുള്ള എഫ് ഓഫ് എക്സുകളാണ്. സച്ച് ദാറ്റ് എക്സ് എന്ന് പറയുന്നത് A1ലെ എലമെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇഫ് B1 സബ്സെറ്റ് ഓഫ് ബി, ദെൻ എഫ് ഇൻവേഴ്സ് ഓഫ് B1 ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ. എഫ് ഇൻവേഴ്സ് ഓഫ് B1 ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ഇൻ എ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു B1. ഇതും കറക്റ്റ് അല്ലേ? അതായത് ഇതിൻ്റെ നേരെ തിരിച്ചുള്ളത്, ഇത് എയും ഇത് ബിയും ആണ്. ഇങ്ങോട്ടേക്കുള്ള ഫംഗ്ഷനാണ് എഫ് ഇൻവേഴ്സ്. എഫ് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന കേസിലുള്ള പിന്നെ റിസൾട്ടുകളാണ് കേട്ടോ പറയുന്നത്. ഇവിടെ ഞാൻ B1 എന്ന് പറയുന്നൊരു സബ്സെറ്റ് എടുത്തു. ഇനി ഈ B1ൻ്റെ എഫ് ഇൻവേഴ്സ് അണ്ടർ എഫ് ഇൻവേഴ്സിലെ ഇമേജ് എവിടെയാണ് കിടക്കുക? എയിലല്ലേ കിടക്കുക, ഇതിൽ ഇങ്ങോട്ടല്ലേ വരിക. അതായത് B1 ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ആവുന്ന കേസിൽ എഫ് ഇൻവേഴ്സ് ഓഫ് B1 ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ ആയിരിക്കും. എഫ് ഇൻവേഴ്സ് ഓഫ് B1 എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? സെറ്റ് ഓഫ് ഓൾ എക്സ് ഇൻ എ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു B1. ഓക്കെ, ഇനി എ ഫംഗ്ഷൻ എഫ് ഈസ് കോൾഡ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് എ ഫംഗ്ഷൻ ജി, ദാറ്റ് ഈസ് ജി ഈസ് കോൾഡ് എ റെസ്ട്രിക്ഷൻ ഓഫ് എഫ് if the domain of f contains the domain of g and f of x equal to g of x for every x belongs to d of g. നല്ല മഴ പെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് സൗണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല. എ ഫംഗ്ഷൻ എഫ് ഈസ് കോൾഡ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് എ ഫംഗ്ഷൻ ജി. അതായത് നമുക്കിപ്പം എഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, അത് ജിയുടെ എക്സ്റ്റൻഷനാണ്. അതായത് ജി എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ നമ്മളെ കയ്യിലുണ്ട്. ഈ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ എക്സ്റ്റൻഷനാണ് എഫ്. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഈ എഫിൻ്റെ, അതായത് എഫിൻ്റെ ഡൊമൈൻ ആയിരിക്കും വലുത്. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമൈൻ ഓഫ് ജിയുടെ ഡൊമൈൻ എഫിൻ്റെ ഡൊമൈൻ്റെ ഉള്ളിലായിരിക്കും. ഓക്കെ, ഇഫ് ദ ഡൊമൈൻ ഓഫ് എഫ് കണ്ടെയ്ൻസ് ദ ഡൊമൈൻ ഓഫ് ജി, അതായത് ജിയുടെ എക്സ്റ്റൻഷനാണ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എ ബി, ഇത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനാണ് ജി. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സ്റ്റൻഷൻ എടുക്കാമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഫംഗ്ഷനാണ് എഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എഫിൻ്റെ ഡൊമൈനായിട്ടുള്ള ഈ ഡൊമൈൻ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലായിരിക്കും ആരുടെ ഡൊമൈൻ? ജിയുടെ ഡൊമൈൻ. അതായത് ഇവിടെ നമുക്ക് പറയാം എഫ് ഓഫ് എക്സുകളും ജി ഓഫ് എക്സുകളും സെയിം ആണ് വേർ എക്സ് ബിലോങ്സ് ടു ഡി ഓഫ് ജി. അതായത് ഡൊമൈൻ ഓഫ് ജിയിൽ നിന്ന് ഡിഫൈൻ ചെയ്യുന്ന എക്സുകളുടെ
എക്സ് ഓഫ് അതായത് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഈക്വൽ ആവില്ലേ? ഓക്കെ, അതിനെയാണ്, അതായത് ഡൊമൈനെ നമ്മളൊന്ന് വലുതാക്കുകയാണ്. അതിനെയാണ് നമ്മൾ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ആ എഫിൻ്റെ അപ്പം ജി എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് പറയും? എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന് റെസ്ട്രിക്ഷനാണ് ജി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഒരേ ഫംഗ്ഷനായിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. എവിടെ? ദ ഡൊമൈൻ ഓഫ് ജിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, if f from a to b and g from b to c are two given function, we define a composite function g dot f from a to c by g dot f of x equal to g of f of x for every x belongs to a. അതായത് ഇവിടെ നമ്മൾ എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് സിയിലേക്കും നമ്മൾ രണ്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. നമ്മൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? എയിൽ നിന്ന് സിയിലേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ കോമ്പോസിറ്റ് ഓഫ് ജി ഡോട്ട് എഫ് എന്ന് പറയുന്നത്. ദെൻ ജി ഡോട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഇവിടെ ഉണ്ടല്ലോ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. എ ബി സി, ഇവിടെ നമ്മൾ ഇത് എഫ് ഡോട്ട് ജി ഇത് എഫ് ബിയിൽ നിന്ന് സിയിലേക്കുള്ളത് ജി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എയിൽ നിന്ന് സിയിലേക്കുള്ള ഫംഗ്ഷൻ നമ്മൾ പറയുന്ന പേര് ജി ഡോട്ട് എഫ് എന്നാണ്, അല്ലേ? ജി ഡോട്ട് എഫ് എന്നാണ്. ഇതൊക്കെ ഡിഫൈൻഡ് ആയിരിക്കണം കേട്ടോ. ഈ റൂൾസൊക്കെ അനുസരിച്ച് നമ്മൾ ഫംഗ്ഷൻ്റെ കുറേ റൂൾസ് പറഞ്ഞില്ല, അതനുസരിച്ച് ഇത് ഡിഫൈൻഡ് ആയിരിക്കണം. ഓരോന്നും ഫംഗ്ഷൻ ആയിരിക്കണം. ഇവിടെ എഫ് ഓഫ് എക്സിൻ്റെ മുകളിൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ ആയിരിക്കണം. ആ കേസിലാണ് നമ്മളിത് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ദ ഫംഗ്ഷൻ ഐ ഫ്രം എ ടു എ ഈസ് ഡിഫൈൻഡ് ബൈ ഐ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഫോർ എവറി എക്സ് ബിലോങ്സ് ടു എ ഈസ് കോൾഡ് ദ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ഓൺ എ. എയിൽ നിന്ന് എയിലേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനാണ്. ഇപ്പോൾ ഇവിടെ എക്സിനെ എക്സിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്നു. ആ ഫംഗ്ഷനെയാണ് നമ്മളെന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ, അനന്യ ഏകതം എന്ന് പറയും. ഓക്കെ, എക്സിനെ ആ എലമെൻറ്റിനെ ആ എലമെൻറ്റിലോട്ട് തന്നെ മാപ്പ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇഫ് ജി ഡോട്ട് എഫ് ഈക്വൽ ടു എഫ് ഡോട്ട് ജി ഈക്വൽ ടു ഐ, ദെൻ ജി ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓർ എഫ് ഈക്വൽ ടു ജി ഇൻവേഴ്സ്. നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ എടുത്തു, ജി ഡോട്ട് എഫ് ഈക്വൽ ടു, അതായത് നമ്മളെടുത്തു ജി ഡോട്ട് എഫ് ഈക്വൽ ടു ഐ ഇ ടി, അതുപോലെ തന്നെ എഫ് ഡോട്ട് കോമ്പോസിഷൻ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഐ ആണ് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ജി എഫിൻ്റെ ഇൻവേഴ്സ് ആണ്, അല്ലെങ്കിൽ എഫ് ജിയുടെ ഇൻവേഴ്സ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസാണ് പറയുന്നത്. ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ്. പക്ഷെ നമുക്കിത് പ്രൂവ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. എനിവേ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഒന്നാമത്തത് എഫ് ഓഫ് ഫൈ ഈക്വൽ ടു ഫൈ. എം ടി സെറ്റിൻ്റെ ഇമേജ് എം ടി സെറ്റ് തന്നെയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എഫ് ഓഫ് എ ഈസ് ഓൾവേസ് കണ്ടെയ്ൻഡ് ഇൻ ബി, അല്ലേ? നമ്മൾ പറയുന്ന ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനും അതിൻ്റെ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന കേസിലുള്ള ഇൻവേഴ്സിൻ്റെ പ്രോപ്പർട്ടീസുമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. എഫ് ഓഫ് ഫൈ ഈക്വൽ ടു ഫൈ, ദെൻ എഫ് ഓഫ് എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ബി. ഇമേജ് എപ്പോഴും കോഡൊമൈൻ സെറ്റിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. ഇഫ് A1 ഈസ് കണ്ടെയ്ൻഡ് ഇൻ A2, ദെൻ എഫ് ഓഫ് A1 ഈസ് കണ്ടെയ്ൻഡ് ഇൻ എഫ് ഓഫ് A2. അതായത് A1 ഈസ് കണ്ടെയ്ൻഡ് ഇൻ A2, ദെൻ ഇതിൻ്റെ ഇമേജ് സെറ്റും ഇതിൻ്റെ ഇമേജ് സെറ്റും എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് A1 ഈസ് കണ്ടെയ്ൻഡ് ഇൻ എഫ് ഓഫ് A2 ആയിരിക്കും. ഇനി യൂണിയൻ ഐ എ ഐ, അതിൻ്റെ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷൻ എഫ് ഓഫ് യൂണിയൻ ഐ എ ഐ ഈക്വൽ ടു യൂണിയൻ ഐ എഫ് ഓഫ് എ ഐ എന്ന് വരും. അതുപോലെ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു പ്രോപ്പർട്ടി കണ്ടോ? അതുപോലെ എഫ് ഓഫ് ഇൻ്റർസെക്ഷൻ ഐ എ ഐ ഈസ് ഓൾവേസ് കണ്ടെയ്ൻഡ് ഇൻ ഇൻ്റർസെക്ഷൻ ഓഫ് എഫ് ഓഫ് എ ഐ. അതായത് നമ്മൾ എ ഐകളുടെ ഇൻ്റർസെക്ഷൻ എടുത്ത് അതിൻ്റെ ഇമേജ് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എഫ് ഓഫ് എ ഐകളുടെ ഇൻ്റർസെക്ഷനിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ സബ്സെറ്റ് ആയിരിക്കും. യൂണിയൻ്റെ കേസിൽ അത് ഈക്വലി തന്നെയായിരിക്കും, പക്ഷേ ഇൻ്റർസെക്ഷൻ്റെ കേസിൽ അത് സബ്സെറ്റ് ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് എഫ് ഇൻവേഴ്സ് ഓഫ് ഫൈ ഈക്വൽ ടു ഫൈ. ഇൻവേഴ്സ് ഇമേജ് ഓഫ് എം ടി സെറ്റ് എന്ന് പറയുന്നത് എം ടി തന്നെയായിരിക്കും. എഫ് ഇൻവേഴ്സ് ഓഫ് ബി ഈക്വൽ ടു എ. അതായത് ഈ ബി എന്ന് പറയുന്ന സെറ്റിൻ്റെ എഫ് ഇൻവേഴ്സ് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അത് എ തന്നെയായിരിക്കും കിട്ടുന്നത്. ഇനി അതായത് ഇൻവേഴ്സ് അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. 1 1 1 2 ആകുമ്പോൾ മാത്രമേ നമുക്കത് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതൊക്കെ ഹോൾഡ് ചെയ്യുന്നത്. എഫ് ഇൻവേഴ്സ് ഓഫ് യൂണിയൻ ഐ ബി ഐ ഇസ് ഈക്വൽ ടു യൂണിയൻ ഐ എഫ് ഇൻവേഴ്സ് ഓഫ് ബി ഐ. ഇത് എഫ് ഇൻവേഴ്സിൻ്റെ കേസിലും അതെന്താണ്, യൂണിയൻ്റെ കേസിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈക്വൽ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇൻ്റർസെക്ഷൻ്റെ കേസ് നോക്കാം. എഫ് ഇൻവേഴ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ ബി ഐ ഈക്വൽ ടു ഇൻ്റർസെക്ഷൻ ഐ എഫ് ഇൻവേഴ്സ് ഓഫ് ബി ഐ. ഇവിടെ കണ്ടോ ഈക്വൽ ആയിട്ടാണ് വന്നത്, പക്ഷേ ഈ കേസിൽ മാത്രം അത് സബ്സെറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ദെൻ എഫ് ഇൻവേഴ്സ് ഓഫ് ബി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. ഇപ്പോൾ ഇത്രയും റിസൾട്ടുകളാണ് നമുക്ക് എന്തിൽ പറയാനുള്ളത്, ഫങ്ഷൻസിൽ പറയാനുള്ളത്. ഈ റിസൾട്ടുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക.
നമുക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ റിസൾട്ടുകളിൽ ശരി ഏത് എന്നൊക്കെ ചോദിച്ചു വന്നത് കാണാം. ഇപ്പം സെറ്റിൻ്റെയൊക്കെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്താൽ തന്നെ കാണാൻ പറ്റും. ഇപ്പം ഇതിങ്ങനെ ചോദിക്കാറില്ല, പക്ഷേ എനിവേ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ടെലഗ്രാം ചാനലിൽ വന്ന് ചോദിച്ചോളൂ. ഓക്കെ, താങ്ക് യു.